ഗായ്സ് അപ്പോൾ നമ്മളെ വണ്ടി കാറിനകത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കിനി ആദ്യം കരടി അങ്ങ് കൊല്ലാം. ആദ്യമേ തന്നെ നമ്മളൊരു കൊച്ച് പട്ടിയെ കണ്ടിട്ടുണ്ട്. അതിന് മണ്ട നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പോവുകയാണ്. നമുക്ക് ഓഫ് റോഡ് വഴി കൂടെ പോയാൽ എങ്ങനെ ഇരിക്കും? ഓഫ് റോഡ് വഴി കൂടെ നമുക്ക് പോവാം. നമുക്ക് ഓഫ് റോഡ് വഴി കൂടെ പോവാം. ഗായ്സ് അവിടെ നമ്മൾ മാനയൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ വെട്ടി പിടിച്ച് കൊല്ലായിരുന്നു. ഞാൻ കൊല്ലാത്ത കാരണം എന്താ വെച്ചാൽ നമുക്ക് കരടിയെ തന്നെ കൊല്ലാം. കുറഞ്ഞൊക്കെ എന്തതിന് നമ്മളെടുക്കുന്നത് വേട്ടക്കാരന്മാരൊക്കെ എടുക്കുന്നത്. നമ്മൾ പോവുകയാണ് ഗായ്സ്. നമ്മളിപ്പോൾ പോവുകയാണ് ഗായ്സ്. ഓഫ് റോഡ് വഴി കൂടെയാണ് പോകുന്നത്. റോഡ് വഴി നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ഏത് വഴിയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെയാണ് ഗായ്സ് പോകുന്നത്. ഈ ലാസ്റ്റ് ടെൻറ്റ് ഈ സൈഡ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ വഴി കൂടെയാണ് പോകുന്നത്. ഇവിടെ ഈ സ്ഥലത്താണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. ഓഫ് റോഡ് വഴിയാണ് ഗായ്സ്. ഓഫ് റോഡ് വഴി കൂടെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വിട്ടടിച്ച് പോവുകയാണ് ഗായ്സ്. ഒരു മൃഗത്തിനെ കാണാൻ പറ്റത്തില്ല നമുക്ക്. നമ്മളിപ്പോൾ എവിടെ എത്തിയത്? നമ്മളിപ്പോൾ വളഞ്ഞ സ്ഥലം മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് ആക്കാം. ഗായ്സ് നമ്മളിപ്പം ഒരു ഡിയറിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ ഡിയറിനെ ഒന്ന് ഇടിച്ചിട്ടിട്ട് പോവാം. അപ്പോൾ ആ ഡിയറിനെ നമുക്ക് ഇടിക്കാൻ പറ്റിയില്ല. അത് നമ്മൾ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് പിന്നെ പോകാം. അതുകൊണ്ട് അവിടെ വേറെ മൃഗം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ഒരു മൃഗം, അതിനെ നമുക്ക് അങ്ങ് കൊല്ലാം. അയ്യോ, നമ്മൾ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. ഗായ്സ് അവിടെ ഒരു മൃഗത്തിനെ കാണാൻ പറ്റുമോ? അളി ഇത് ഏത് മൃഗമല്ലേ? അളി ഇതൊരു കഴുതയാണ്. ഒരു കഴുതയില്ലേ? ഓ, നമ്മളെ കണ്ട് പേടിച്ചോടിയതാണ്. നമ്മളിപ്പോൾ ഏത് സ്ഥലത്തിലാണ് എന്ന് അറിയാവോ? ഓ, നമ്മളിപ്പം സ്ഥലത്തെത്തി. കരടിയുടെ വാസന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി കൊന്ന് കളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ജീവിക്കുന്ന സ്ഥലം. ഗായ്സ് ഇപ്പം അവിടെ ഒരു ചെറിയ മാൻ എങ്ങാണ്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗായ്സ് ഇവിടെ കരടിയൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക്. അല്ലേ കരടിയെ കണ്ടെന്ന് പറയണേ. ഗായ്സ് നമ്മൾ ആ വണ്ടി ഇടിച്ചു. അതുകൊണ്ട് കരടി കണ്ടു ഗായ്സ്. നമുക്ക് ആ കരടിയൊക്കെ അങ്ങ് വെടിവെച്ച് കൊല്ലാം. നമ്മളെവിടെയായിരുന്നു നിൽക്കുന്നത്? കരടിയെ കാണുന്നില്ല. കരടി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. നമുക്ക് സ്ലോയിൽ പോവാം, അല്ലെങ്കിൽ കരടി ഇങ്ങോട്ട് ഓടി വരും. നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കിയൊന്നും ഇല്ലതോ, ഇവിടെ നിൽക്കുമോ? കരടി അങ്ങ് നിൽക്കുവാണ് ഗായ്സ്. നമ്മളിപ്പം വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങാം. അതുകൊണ്ടേ ഗായ്സ് ആ കല്ലിൻ്റെ പൂട്ടി അതാണ്ടിരിക്കുന്നു ഗായ്സ്. അവൻ്റെ തലയ്ക്ക് നോക്കി നമുക്ക് വെടിച്ചങ്ങ് കൊല്ലാം. കണ്ട ഗായ്സ്, ഇങ്ങനെയാണ് അവൻ്റെ ഇതൊക്കെ. ഇപ്പം ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ സഹതളിയൻ ഗായ്സ്. അതിൻ്റെ കൂടെ വേറൊരു കരടി അവിടെ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ഇടിക്കാൻ വരുമായിരിക്കും അത്. ഗായ്സ് അപ്പം അവിടെ വേറൊരു കരടി ഇപ്പോൾ ഉണ്ട്. നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. അതിപ്പോൾ നമ്മളെ മൂട്ടിലോട്ട് ഓടി വരുവാന്നാണ് തോന്നുന്നത്. ഇറങ്ങി നോക്കാം ഗായ്സ്. അതിനെ കൂടെ നമുക്ക് കൊന്നിട്ടിടക്കെ നമുക്ക് പോയേക്കാം. ഗായ്സ് ആ കരടി അവിടെ നിൽക്കുകയാണ്. നമുക്ക് എൻ്റെ തലമണ്ടയ്ക്ക് നോക്കി വെക്കാം. ഗായ്സ് അല്ലാതായിരുന്നു. ഗായ്സ് പേടിക്കണ്ട. അത് അതിൻ്റെ ഗായ്സ് നമുക്ക് മാറിപ്പോകുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ ഇടിക്കാൻ വരും. അയ്യോ, നമ്മൾ പുറകെ വരുന്നെന്ന് തോന്നുന്നത്. ഗായ്സ് നീ ആരുടെ എന്നെ കാണിക്കാൻ? ഞാനിപ്പം നിന്നെ തോക്ക് വെച്ച്
എൻ്റെ ഗുണ്ടുമനിൻ്റെ ഓക്കെ, അപ്പം നമ്മൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഗൈസ് വെൽക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ.